മോളെ സ്കൂളിൽ ഒറ്റപ്പെട്ട് കുടുങ്ങിപ്പോയതിൽ പേടിക്കാൻ പോലും അവൾക്കറിയില്ല. ഭയം പോലും വേണ്ടത്ര ഇല്ലാത്ത ഈ കുട്ടി എങ്ങനെ ജീവിക്കും? ഭക്ഷണത്തിലോ ആഭരണത്തിലോ രൂപത്തിലോ ഭാവിയിലോ ഒന്നിലും ഒരു താല്പര്യമില്ല. അച്ഛൻ്റെ ഭീരുത്വവും ഒന്നിലും താല്പര്യമില്ലാത്ത സ്വഭാവവും അതേപോലെ എൻ്റെ മോൾക്കും കിട്ടിയിട്ടുണ്ട്. ഒക്കെ വലുതാകുമ്പോൾ ശരിയാവും, വിഷമിക്കണ്ട. ഇന്ന് രാത്രിയിൽ ആരൊക്കെയാ സന്ദർശകർ? 9 മണിക്ക് പഞ്ചായത്ത് ഓഫീസർ മണി, 10 മണിക്ക് പോസ്റ്റ് മാഷ്, പിന്നെ മനോജും. 11 മണിക്ക് ഞാൻ വരും. എടാ ഗഫൂറേ, നിന്റെ വിസ വന്നോടെ, നീ എന്നാ പോണേ? വിസ വന്നിട്ട് കുറച്ച് ദിവസമായി. അതിനിടയ്ക്ക് ഉമ്മാക്ക് അസുഖം കുറച്ച് കൂടുതലായി. അതുകൊണ്ടാണ് യാത്ര നീട്ടി വെക്കേണ്ടി വന്നത്. എന്തായാലും 25 മുമ്പ് അങ്ങ് എത്തിയേ പറ്റൂ. നീ പോണതിന് മുമ്പ് നമുക്ക് വിശദമായിട്ടൊന്ന് കൂടേണ്ടടാ. ഇന്ന് തീരെ സമയമില്ലടാ. അതിനെന്താ മനോജേട്ടാ, ഞായറാഴ്ച ഞാൻ വീട്ടിലേക്ക് വരാം. മോൾക്ക് നല്ല സുഖമില്ല, നോക്കുമ്പോൾ മരുന്ന് തീർന്നിരിക്കണം, അത് വാങ്ങാൻ വേണ്ടി ഇറങ്ങിയതാ. മോള് വീട്ടിൽ തനിച്ചാ, ഞാൻ അങ്ങോട്ട് ഇറങ്ങാം. ഓ ആയിക്കോട്ടെ. നീ അപ്പോൾ ഞായറാഴ്ച വാ. വരുമ്പോൾ ആ തബലയും കൂടി എടുത്തോ. നമുക്ക് കുറേ ഗസലൊക്കെ പാടി അടിച്ച് തകർക്കണ്ടേ? നമുക്ക് ഫൈസലിനെ കൂടെ കൂട്ടാം. ഓ നന്നായിട്ട് പാടും. പിന്നെ ഞാൻ മനോട്ടാ ഒന്നുകൂടെ അടിച്ചിട്ട് പോവാം. 1 ഫോർ ദ റോഡ്. പെട്ടെന്ന് ഒഴിക്കുന്ന. എന്നാ ശരി ശരി, പിന്നെ കാണാം. മനോജെ, ഇതാ മരുന്ന് മറന്നു വെച്ചു. ആ ശരിയാ, കാണാം. ശരി. എന്നാണ് മടക്കം? മറ്റന്നാ. സാധിച്ച ധർമ്മസ്ഥലം വരെ ഒന്ന് പോകണം. സൂക്ഷിക്കണം. ഇന്ന് ആരും വന്നില്ല. എല്ലാവരും മനോജിൻ്റെ വീട്ടിലാ. ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും തീർന്നു എന്നാ കേൾക്കണേ. പഴയ പോലത്തെ ഉഷാറൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് പരിഭവിച്ചു പോയതാ കഴിഞ്ഞ തവണ. ഇന്നിപ്പോ എല്ലാ മരണങ്ങളും യാദൃശ്ചികമാണ്. വാർദ്ധക്യത്തിൽ ഒരു നിശ്ചിത സമയത്താണ് മരണം വരുന്നതെങ്കിൽ, ഒരു വൃക്ഷം ഇലകൾ പൊഴിഞ്ഞ് തടിയുണങ്ങി വേരുകൾ ദ്രവിച്ചു മറിഞ്ഞു വീഴുന്നത് പോലെയാണ് ജീവിതങ്ങൾ വീഴുന്നതെങ്കിൽ, ആ ജീവിതം എത്ര വിരസമായിരിക്കും. മരണത്തിൻ്റെ ആകസ്മികത, വ്യവസ്ഥയില്ലാത്ത അതിൻ്റെ വിതരണം ജീവിതത്തെ ആകർഷകമാക്കുന്നു. എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെടാവുന്നതാണ് എന്ന സാധ്യതയാണ് ജീവിതത്തെ പ്രിയങ്കരമാക്കുന്നത്. അല്ലെങ്കിൽ തിരിച്ചെത്താൻ വൈകുന്ന മകളെയോർത്ത് ഒരമ്മയും പരിഭ്രമിക്കുമായിരുന്നില്ല. പ്രിയപ്പെട്ടവരുടെ യാത്രകൾക്ക് പിന്നിൽ ഇത്രയും പ്രാർത്ഥനകൾ കുമിഞ്ഞുകൂടുമായിരുന്നില്ല.
ഒരു നെറ്റിത്തടം, ഈ ഇളം കൈവിരലുകൾ, കാറ്റിൽ പാറുന്ന ഒരിഴ മുടി, തിളങ്ങുന്ന കാലടികൾ, പുഴു, പുല്ല്, പ്രകൃതി തുടങ്ങി എല്ലാത്തിനെയും മധുരമാക്കുന്നത് മരണമാണ്. അമ്മേ, 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 അമ്മേ. എത്ര പാവമാണ് എൻ്റെ കുട്ടി. ഇവൾക്ക് അനസൂയ എന്ന് പേരിടേണ്ടിയിരുന്നില്ല. അതൊരു പോരായ്മയെ സൂചിപ്പിക്കുന്നതല്ലേ? ജീവിതാസക്തിയുടെ പേരല്ലേ അസൂയ? അസൂയയും സ്വാർത്ഥതയും അത്യാഗ്രഹവും പകയും വെറുപ്പുമൊക്കെ മനുഷ്യന് വേണ്ടതല്ലേ? അമ്മയുടെ മുലപ്പാൽ വറ്റിയാലും വറ്റാത്ത ദൈവത്തിൻ്റെ വാത്സല്യങ്ങളല്ലേ അവ? മരിച്ചതിലല്ല എനിക്ക് വിഷമം. ഞാനില്ലാതായി കഴിഞ്ഞാൽ സുമിത്ര എവിടെ വെച്ചു ഞങ്ങളുടെ ജീവിതം എന്ന് വാസുവേട്ടനും മോളും പകച്ചിരിക്കും. അതോർക്കുമ്പോഴാണ് സങ്കടം. കരയില്ലേ? കുളിപ്പിക്കാറായി. അനസൂയെ അകത്തുകൊണ്ട് കിടത്തണം. വാസുട്ടാ, വാ, എണീക്ക്. ഞങ്ങളുടെ അങ്ങോട്ടൊക്കെ ഇപ്പൊ ദയിപ്പിക്കലില്ല കേട്ടോ. ചാണക വരടിയാണ് ഇവിടെ. വയനാട്ടിൽ പിന്നെ മാവിനൊന്നും ക്ഷാമമില്ലല്ലോ ഇല്ലേ? ആ, മാഷിന്നും കൊടയെടുക്കാൻ മറന്നിട്ടില്ല. അതെ, തീവണ്ടിക്ക് മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ പോയപ്പോഴും കൊട കരുതിയ ആളാ കുറുപ്പ് മാഷ്. മുറിഞ്ഞു വീണാലാണ് മുരിങ്ങയ്ക്ക് ഉത്സാഹം. മുറിത്തടത്തിന് ചുറ്റും തഴച്ചു വളരും. ഈ സമയം കളയേണ്ടത് അങ്ങോട്ട് മാറ്റിയിടേണ്ട ദിവസേ. ഓ, സർക്കസ് വെള്ളിയാഴ്ച കൂടെ ഉള്ളൂ എന്നാണല്ലോ കേൾക്കണത്. കളക്ഷൻ ഇല്ലാത്രേ. പപ്പേട്ടനെയും കൂട്ടി ഇന്നലെ 4 ആളാ ഉണ്ടായേ. എന്തായാലും അങ്ങേർക്ക് അവരൊരു സമ്മാനം കൊടുക്കേണ്ടതാണ്. എല്ലാ ദിവസവും ഒരു ഷോ വെച്ചെങ്കിലും അങ്ങേര് കണ്ടിട്ടുണ്ട്. അണ്ടർവെയർ ഇട്ട പെൺകുട്ടികളെ കണ്ടിട്ട് എല്ലാ ദിവസവും മൂപ്പര് ഉഷാറായി. ആരാ ചിത കൊളുത്തണ്ട്? പുഴയ്ക്കിലെ മാലതിയുടെ മോൻ അപ്പോയാലോ? അവനാണല്ലോ അടുത്ത ബന്ധത്തിലെ ആൺകുട്ടി. സുമിത്രയുടെ അനുജത്തിയുടെ മകനുള്ളപ്പം അവൻ ചെയ്യുന്നതല്ലേ ശരി. ആ കാര്യത്തിലൊരു തർക്കം വേണ്ട. പുരുഷജാത്തോടെത്തിയാൽ മതി. ഇനി ആരെങ്കിലും കാണാനുണ്ടോ?
അനിലിനെയും പ്രസാദേട്ടനെയും പോലീസ് പിടിച്ചോന്ന് കേൾക്കുന്നുണ്ട്. കവലയിൽ ആ ഹോട്ടലിന് മുന്നിൽ അവരെ കാണാൻ ആൾക്കാർ കൂടിയുണ്ട് ഇത്രേ. ദാസ എടുക്കാം.